ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് പുതിയൊരു ചരിത്രം കുറിക്കാൻ തയ്യാറെടുക്കുകയാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. തങ്ങളുടെ അഭിമാനകരമായ കേരള ക്രിക്കറ്റ് ലീഗിനെ അടുത്ത 5 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ഏറ്റവും ജനപ്രിയമായ ആഭ്യന്തര T20 ലീഗാക്കി മാറ്റാനാണ് KCA സമഗ്ര പദ്ധതികൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. തമിഴ്നാട് പ്രീമിയർ ലീഗിനെ മറികടന്ന് 1ാം സ്ഥാനത്തെത്തുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ഈ അംബീഷ്യസ് പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. കളിയുടെ നിലവാരം ഉയർത്തുന്നതിനും കൂടുതൽ കാണികളെ സ്റ്റേഡിയങ്ങളിലേക്ക് ആകർഷിക്കാനും സംപ്രേഷണത്തിലൂടെ ആഗോള ശ്രദ്ധ നേടാനും ലക്ഷ്യമിട്ടുള്ളതാണ് ഈ പുതിയ നീക്കങ്ങൾ. KCLന്റെ 2ാം സീസണിലെ ഏറ്റവും വലിയ ആകർഷണം ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസന്റെ വരവാണ്. കഴിഞ്ഞ സീസണിൽ ലീഗിൽ നിന്ന് വിട്ടുനിന്ന സഞ്ജുവിന്റെ സാന്നിധ്യം ലീഗിന്റെ താരമൂല്യം കുത്തനെ ഉയർത്തുമെന്ന് KCA പ്രസിഡന്റ് JS ജോർജ് അഭിപ്രായപ്പെട്ടു. സഞ്ജുവിനെ പോലെ ഒരു ദേശീയ താരം ലീഗിന്റെ ഭാഗമാകുന്നത് സ്വാഭാവികമായും കൂടുതൽ കാണികളെ സ്റ്റേഡിയങ്ങളിലേക്ക് ആകർഷിക്കുകയും ടെലിവിഷൻ കാഴ്ചക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇത് ലീഗിന് വലിയ തോതിലുള്ള ഒരു ഗ്ലോബൽ എക്സ്പോഷർ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. സഞ്ജുവിനെ കൊച്ചി ബ്ലൂ ടാക്കേഴ്സ് റെക്കോർഡ് തുകയായ 26.8 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കിയത് തന്നെ ലീഗ് അധികാരികൾ അദ്ദേഹത്തിന് നൽകുന്ന പ്രാധാന്യം വ്യക്തമാക്കുന്നു. സഞ്ജുവിന്റെ സാന്നിധ്യം ലീഗിന്റെ ബ്രാൻഡ് മൂല്യം ഉയർത്തുക മാത്രമല്ല, യുവ കളിക്കാർക്ക് പ്രചോദനം നൽകുകയും KCLനെ ഒരു പ്രൊഫഷണൽ ലീഗായി ഉയർത്തിക്കാട്ടുകയും ചെയ്യും. ആദ്യ സീസണിൽ നിന്ന് വ്യത്യസ്തമായി ലീഗിന്റെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായ സംപ്രേഷണ അവകാശത്തിലും വലിയ മാറ്റങ്ങളാണ് ഇത്തവണ വരുത്തിയിരിക്കുന്നത്. 2ാം സീസണിലെ എല്ലാ മത്സരങ്ങളും ഏഷ്യാനെറ്റ് പ്ലസ് ചാനലിലൂടെ തത്സമയം സംപ്രേഷണം ചെയ്യും. ഇതൊരു വലിയ ചുവടുവെപ്പാണ്. ഇതോടൊപ്പം പ്രമുഖ സ്പോർട്സ് ചാനൽ ശൃംഖലയായ സ്റ്റാർ സ്പോർട്സിലും ജനപ്രിയ OTT പ്ലാറ്റ്ഫോമായ ഫാൻകോഡിലും മത്സരങ്ങൾ ലഭ്യമാക്കും. ആദ്യ സീസണിൽ ഉദ്ഘാടന ഫൈനൽ മത്സരങ്ങൾ മാത്രമാണ് സംപ്രേഷണം ചെയ്തത്. അവിടെ നിന്ന് എല്ലാ മത്സരങ്ങളും ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാക്കുന്നത് ലീഗിന്റെ കാഴ്ചക്കാരെ ഗണ്യമായി വർദ്ധിപ്പിക്കും. ഏഷ്യാനെറ്റ് പ്ലസിലൂടെ മാത്രം കഴിഞ്ഞ സീസണിൽ 3.4 ദശലക്ഷം കാഴ്ചക്കാരെ ലഭിച്ചത് KCAക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. വരും വർഷങ്ങളിലും KCA സംപ്രേഷണം വിപുലപ്പെടുത്തി കൂടുതൽ ആളുകളിലേക്ക് എത്താനാണ് KCAയുടെ നീക്കം. ഇത് ലീഗിന് മികച്ച വരുമാനം നേടിക്കൊടുക്കുകയും കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കുകയും ചെയ്യും. കളിക്കളത്തിലെ ആവേശം സ്റ്റേഡിയങ്ങൾക്ക് പുറത്തേക്കും എത്തിക്കാൻ KCA നിരവധി നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഓരോ ജില്ലകളിലും കേരളത്തിനും പുറത്തും ഫാൻ പാർക്കുകൾ സ്ഥാപിക്കുന്ന കാര്യം ആലോചിക്കും. ഇത് പ്രാദേശിക തലത്തിൽ ആരാധക പിന്തുണ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മത്സരങ്ങൾക്കിടയിൽ വിനോദ പരിപാടികൾ ഉൾപ്പെടുത്തുന്നത് കാണികളെ സ്റ്റേഡിയങ്ങളിൽ പിടിച്ചു നിർത്താനും ഒരു ഉത്സവ പ്രതീതി സൃഷ്ടിക്കാനും സഹായിക്കും. ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഇതര സംസ്ഥാനത്തുള്ളവർക്ക് നേരിട്ട് കളി കാണാനുള്ള പ്രത്യേക ടൂർ പാക്കേജുകൾ ക്രിക്കറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി അവലംബിക്കുമെന്നും KCA ഭാരവാഹികൾ പറഞ്ഞു. ഇത് സംസ്ഥാനത്തിന് സാമ്പത്തിക നേട്ടവും നൽകും. സോഷ്യൽ മീഡിയ സാന്നിധ്യം കൂടുതൽ മെച്ചപ്പെടുത്തി ഡിജിറ്റൽ ഇടത്തിലും KCL ആരാധകർ സൃഷ്ടിക്കും. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്താനും പുതിയ തലമുറയിലെ ആരാധകരെ ആകർഷിക്കാനും ഇത് സഹായിക്കും. മത്സരം നേരിട്ട് കാണുന്നതിനായി സെലിബ്രിറ്റികൾ, ദേശീയ ക്രിക്കറ്റ് താരങ്ങൾ, IPL ഫ്രാഞ്ചൈസി ടീം മാനേജ്മെന്റ് എന്നിവരെ പ്രത്യേക ക്ഷണിതാക്കളായി എത്തിക്കും. ഇതിലൂടെ കേരളത്തിലെ ലീഗിന് താരപരിവേഷവും ആഭ്യന്തര ശ്രദ്ധയും കൂടുതലായി നേടാൻ സാധിക്കുമെന്നും KCA വ്യക്തമാക്കുന്നു. പുരുഷന്മാരുടെ ലീഗ് മത്സരത്തിനൊപ്പം വനിതാ ക്രിക്കറ്റിനും തുല്യ പ്രാധാന്യം നൽകാനാണ് KCA ലക്ഷ്യമിടുന്നത്. 1-2 സീസണുകൾക്കുള്ളിൽ വനിതാ KCL ആരംഭിക്കുമെന്ന് KCA സെക്രട്ടറി വിനോദ് എസ് കുമാർ അറിയിച്ചു. ഇത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിന് വലിയ മുതൽക്കൂട്ടാവും. ഇതിന്റെ മുന്നോടിയായി ഈ സീസണിൽ വനിതാ ലീഗിനായി പ്രത്യേക ഭാഗ്യചിഹ്നം പുറത്തിറക്കും. കഴിഞ്ഞ സീസണിൽ 3 വനിതാ അമ്പയർമാർ മത്സരങ്ങൾ നിയന്ത്രിച്ചതും ഈ രംഗത്തേക്കുള്ള KCAയുടെ ക്രിയാത്മകമായ ചുവടുവെപ്പായിരുന്നു. വനിതാ ക്രിക്കറ്റിന് പ്രാധാന്യം നൽകുന്നത് ലീഗിന്റെ സാമൂഹിക പ്രതിബദ്ധതയും ദീർഘവീക്ഷണവും വ്യക്തമാക്കുന്നു. KCLനെ മുൻനിര ലീഗായി വളർത്തുന്നതിന്റെ ഭാഗമായി വരും സീസണുകളിൽ ടീമുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക, ഓരോ ടീമിന്റെയും ലേലത്തിനുള്ള തുക ഉയർത്തുക, കളിക്കാർക്ക് മികച്ച പ്രതിഫലം നൽകുക തുടങ്ങിയ കാര്യങ്ങളും KCA പരിഗണിക്കും. നിലവിൽ താരലേലത്തിന്റെ ഓരോ ഫ്രാഞ്ചൈസിക്കും ചെലവഴിക്കാൻ കഴിയുന്ന തുക 50 ലക്ഷം രൂപയായിരുന്നു. ഇത് ഉയർത്താനുള്ള നടപടികളും സ്വീകരിക്കും. കളിക്കാർക്ക് മികച്ച പ്രതിഫലം ലഭിക്കുന്നത് കൂടുതൽ മികച്ച താരങ്ങളെ ലീഗിലേക്ക് ആകർഷിക്കാൻ സഹായിക്കും. സൂപ്പർ താരം മോഹൻലാലിനെ ബ്രാൻഡ് അംബാസഡർ ആക്കിയത് ലീഗിന്റെ ഗ്ലാമർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരം നടപടികളിലൂടെ കൂടുതൽ ജനശ്രദ്ധ നേടുകയാണ് KCA ലക്ഷ്യമിടുന്നത്. കൂടുതൽ മികച്ച താരങ്ങളെ വാർത്തെടുക്കാനും അവർക്ക് മികച്ച പരിശീലന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായി KCAയിൽ നിന്നുമുള്ള വരുമാനം വിനിയോഗിക്കുന്ന കാര്യവും ചർച്ച ചെയ്യും. ജില്ലാ തലങ്ങളിലും സമാനമായ ലീഗുകൾ സംഘടിപ്പിച്ച് പ്രതിഭകളെ കണ്ടെത്താനുള്ള കാര്യവും പരിഗണനയിലുണ്ട്. 2ാം സീസണിന് ശേഷം വിശദമായ ചർച്ചയിലൂടെ ഈ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകും. ഇതിലൂടെ 5 വർഷം കൊണ്ട് KCLനെ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും ശക്തവും ജനപ്രിയവുമായ ലീഗാക്കി മാറ്റാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. ഈ ദീർഘകാല കാഴ്ചപ്പാട് കേരള ക്രിക്കറ്റിന് പുതിയൊരു സുവർണ്ണ കാലഘട്ടം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ.